എത്രയും പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ബീന മിസ്, എൻ്റെ മറ്റ് സ്നേഹമുള്ള അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം രേവതി ടീച്ചർ വിളിച്ച് ഇങ്ങനെ ഒരു ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടി ഒരു മെസ്സേജോ കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അനുയോജ്യമായ ഒരു സമയത്ത് തന്നെയാണ് രേവതി ടീച്ചർ വിളിച്ചതും. കാരണം ഞാനിപ്പോൾ ഒരു കീമോ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു മിനിറ്റ്, അതിലെന്തോ ഡിസ്റ്റർബൻസ് വരും. ഒരു കീമോ കോഴ്സ് കഴിഞ്ഞ സമയമായിരുന്നു. ഡിസംബർ 27 സ്റ്റാർട്ട് ചെയ്തത്, ജനുവരി 30 തീയതിയാണ് അത് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ആലസ്യവും പ്രയാസത്തിലുമായിരുന്നു. എങ്കിലും അത് ഒരാഴ്ച കൊണ്ട് റിക്കവർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ആ സമയത്താണ് രേവതി വിളിച്ചത്. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിക്കും ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയ സമയം തന്നെയാണിത് എന്നുള്ളത്. കാരണം പലരുടെയും വിചാരം ഒരു തവണ കണ്ടു, ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, റിവ്യൂസിന് പോകാറില്ല, അങ്ങനെയൊക്കെയാണ് പല പേഷ്യൻസും. അങ്ങനല്ല, നമ്മൾ കണ്ടിന്യൂസ് റിവ്യൂസും ചെക്കപ്സും വേണം എന്നുള്ളൊരു അവയർനെസ് കൊടുക്കലുകൂടിയാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനവിടെ നിന്ന് കഴിഞ്ഞ മാർച്ച് 24 ഇറങ്ങുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ബാച്ച് കുട്ടികൾ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തിനെങ്കിലുമൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെയാണ് ഞാൻ ഓണവും ക്രിസ്മസും ക്യാമ്പും എല്ലാം കണ്ടിരുന്നു. അപ്പോൾ ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. പക്ഷേ ഉടനെ തന്നെ ഞാൻ എൻ്റെ ആ ചിന്താഗതി മാറ്റുകയായിരുന്നു. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന്. ഒരു ഓറിയൻറ്റേഷന് പിൻ ടീച്ചർ വിളിച്ചിരുന്നു, ഞാൻ വന്നിരുന്നു, എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്തിരുന്നു. അന്ന് തന്നെ ആ താഴെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിൽ വെച്ചാണ് എടുത്തത്. മെയിൻ ഓഡിറ്റോറിയമാണ് കംഫർട്ടബിൾ, എനിക്കായാലും കുട്ടികൾക്കായാലും. പക്ഷേ എനിക്ക് കയറാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് താഴെ എനിക്ക് അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ വർക്ക് ചെയ്തിരുന്ന സമയവും അതുപോലെ തന്നെയാണ്. ലാസ്റ്റ് 1 ഇയർ എനിക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ടീച്ചേഴ്സായാലും പ്രിൻസിപ്പളായാലും എനിക്ക് ചെയ്തു തന്നിരുന്നു. ഒരു ദിവസം വയ്യായ്മ തോന്നിയാൽ എന്നോട് ബീന മിസ് പറയുമായിരുന്നു, വീട്ടിൽ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പൊക്കോളൂ എന്ന് പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാനൊരു എനർജി കിട്ടുന്നത്. ഞാൻ എൻ്റെ രോഗം അറിഞ്ഞിരുന്നില്ല. ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. 1-2 ഓഫർ വന്നെങ്കിലും പോയി വരാനുള്ള സാഹചര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഞാൻ അല്ലാതെ ഒരുപാട് കാര്യത്തിൽ എൻഗേജ്ഡാണ്. ഒരിക്കലും ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടില്ല. പക്ഷേ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുമ്പോൾ നാച്ചുറലി നമ്മളിലേക്ക് കുറച്ച് ആ ഒരു ഡിപ്രഷൻ്റെ ഘടകങ്ങൾ വരും എന്നുള്ളതും കൂടി നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്ന്. ഒന്നാമത് എൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് വളരെ വീക്കാണ്. രണ്ടാമത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം, ട്രാവലിംഗ് എക്സ്പെൻസീവാണ്. പിന്നെ എനിക്ക് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്, ആ എമ്പതി ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നെ ശല്യപ്പെടുത്താതെ ഇതുപോലെ ഓൺലൈനിൽ കൂടെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അത് ആലോചിച്ചപ്പോൾ എനിക്കതിലൊരു പോസിറ്റിവിറ്റി തോന്നി എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ക്യാൻസർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്, അല്ലേ? അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് ആണ്. വിച്ച് റിസൾട്ട്സ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെൽസ് വളരെ അബ്നോർമലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും എന്നുള്ളത് മാത്രമല്ല, അത് ഔട്ട് ഓഫ് കൺട്രോളുമാണ്, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതുമാണ്, പെട്ടെന്ന് പകരുന്നതുമാണ്. നമ്മൾ സമയത്തിന് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് പ്രശ്നം. കാരണം അത് അടുത്ത സെൽസിലോട്ടും സെൽ ടു ടിഷ്യൂസിലോട്ടും സെൽ ടു ഓർഗൻസിലോട്ടും ഒക്കെ അങ്ങ് വളരെ ഫാസ്റ്റായിട്ട് പടരുന്നതാണ്. റെയറായിട്ട് 1-2 ടൈപ്പ് ക്യാൻസേഴ്സ് സ്ലോയിലേ സ്പ്രെഡ് ചെയ്യുള്ളെങ്കിലും മെജോറിറ്റി ഐഡൻറ്റിഫൈഡ് ക്യാൻസേഴ്സ് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ മാലിഗ്നൻസി എന്നൊരു വാക്ക് പറയുന്നത്. മാലിഗ്നൻറ്റ് 2 തരം ഗ്രോത്ത് ഉണ്ട് നമ്മുടെ ബോഡിയിൽ വരുന്നത്. ചിലത് അത് സ്ലോയിൽ ഗ്രോ ചെയ്യുമെങ്കിലും അത് അപകടകാരിയല്ല. അതിനെ നമ്മൾ ബിനൈൻ ഗ്രോത്ത് എന്ന് പറയും. ക്യാൻസറസ് ഗ്രോത്തിനെയാണ് നമ്മൾ, ക്യാൻസർ എന്നുള്ള വാക്കിൻ്റെ മീനിങ് തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഒരു സെൻസാണ്. അങ്ങനെയുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ മാലിഗ്നൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ മാലിഗ്നൻസി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഡിസീസ് ആസ് വെൽ ആസ് ദ സ്റ്റേജ്. 5 സ്റ്റേജാണ് മെയിനായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത്. അതിൽ 3ാമത്തെ സ്റ്റേജ് വരെ സർജറി വഴിയും കീമോതെറാപ്പി വഴിയൊക്കെ ക്യൂറബിളാണ്. 4th സ്റ്റേജ് ആയിപ്പോയാൽ പറ്റില്ലെന്നല്ല. കാരണം എനിക്ക് ലങ്സിൽ വന്നത് 2nd സ്റ്റേജും ബ്രെയിനിൽ വന്നത് 4th സ്റ്റേജും ആയിരുന്നു.
2016 ബ്രെയിനിൽ വന്നത്. ഇപ്പം 25 ആയി. അതുകൊണ്ട് രക്ഷപ്പെടില്ല എന്നല്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ദ നേച്ചർ ഓഫ് ദ ഡോക്ടർ, ദ മെൻ്റൽ സെറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്, ദ ഫാമിലി സെറ്റപ്പ്. ഇതെല്ലാം ഫാക്ടേഴ്സാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചെന്നുള്ളതാണ്. കാരണങ്ങൾ ചോദിക്കാം. പല കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഈ DNA അല്ലെങ്കിൽ ജീൻസ് വരുന്ന ചേഞ്ചസ് ആണ്. നമുക്കറിയാം നമ്മുടെ ഓരോ സെല്ലിലും ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്താണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. DNA ഉണ്ട്. അപ്പം മെയിനായിട്ട് ഈ DNA കോഡിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ ആണ് ഒരു മെയിൻ റീസണായിട്ട് പറയുന്നത്. പിന്നെ പാരമ്പര്യം ഒരു റീസണാണ്. ചില ഫാമിലിയിൽ ഇത് പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഒരു അതും റീസണാണ്. അതുകൊണ്ടാണ് ഈ കസിൻ മാരേജസ് ഒക്കെ ഇപ്പം അത് വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിൽ അത് അടുത്ത ജനറേഷനിലോട്ട് ഇൻഹെറിറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്, ആഹാര രീതി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് റെഡ് മീറ്റ്, ബീഫ്, പോർക്ക് പോലുള്ള റെഡ് മീറ്റ് അത് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു ലേഡി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. 3 നേരവും അവർക്ക് ബീഫ് വേണം. അത് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കില്ല, വാങ്ങിച്ചങ്ങ് കഴിക്കുക കാശുള്ളത് കൊണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പലതവണ ഞാൻ പറഞ്ഞു. പക്ഷെ അതില്ലെങ്കിൽ അവർക്ക് ആഹാരം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒരു ഫാസ്റ്റിംഗ് എടുക്കുക, ഒരാഴ്ച വെജിറ്റേറിയനായിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറ്റുന്നില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അവർക്ക് വയറ് വേദന വന്ന് കൊണ്ട് കാണിച്ചു അൾസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എരിവ് കഴിക്കാൻ വയ്യാത്ത ഒരു പ്രോബ്ലം അവരായി. ഇനി ഇത് തീർച്ചയായിട്ടും ഈ അൾസർ പെർസിസ്റ്റ് ചെയ്താൽ അത് നെക്സ്റ്റ് എന്തിലോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സോ ആഹാര രീതി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആ ജീവിത രീതിയിൽ വളരെയധികം ഒരു എക്കോ ഫ്രണ്ട്ലി ഹാബിറ്റ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ടുബാക്കോ, ലങ് ക്യാൻസർ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ഫിലിമിനൊക്കെ പോകുമ്പോൾ തിയേറ്ററിൽ ആദ്യം കാണിക്കുന്നുണ്ടല്ലോ ഈ ടുബാക്കോ കൺസപ്ഷനെ കുറിച്ച്, സിഗാർസ് അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് എന്നാ ചോദിക്കുന്നുണ്ടോ, ഞാൻ വലിച്ചിട്ട് എനിക്ക് വന്നില്ലല്ലോ, വലിക്കാത്തവർക്ക് വരുന്നുണ്ടല്ലോ. എനിക്ക് ലങ് ക്യാൻസർ വന്നു, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടാണോ? അല്ല, മേ ബി അല്ലാതെയും പല കാരണങ്ങൾ വരാം. എങ്കിലും ടുബാക്കോ കൺസപ്ഷൻ കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ അത് ലങ്സിനെ മാത്രമല്ല, പിന്നെ ഇവിടെ എൻ്റെ തൊട്ട് നെയ്ബർ തന്നെ, എൻ്റെ ഒരു സെക്കൻഡ് കസിന് പാങ്ക്രിയാസാണ് പ്രശ്നമായത്. പകുതി പാങ്ക്രിയാസ് ഒന്ന് പഴുത്തുപോയി, റിമൂവ് ചെയ്തു, കിട്ടില്ല വിചാരിച്ചു രക്ഷപ്പെട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ വിട്ടതാണ്. കണ്ടിന്യൂസ് ചെയിൻ സ്മോക്കറാണ്. 2-3 പാക്കറ്റ് ഒരു ദിവസം വലിക്കും. ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഹെൽത്ത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബെറ്ററായി വരുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് വരാനുള്ള ഭാഗ്യം ലഭിക്കൂ എന്നും കൂടെ നമ്മൾ ഓർക്കണം. ബെറ്റർ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൽക്കഹോളിസം കണ്ടിന്യൂസ് യൂസ് നമ്മൾ ലിവറിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലിവർ എൻലാർജ്മെൻറ്റും സിറോട്ടിക് ആവുകയും ഒക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പാടിന് പോകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവയർനെസ് നിങ്ങൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പാൻ പരാഗ് പോലെ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ ഇതുപോലുള്ള ഡ്രഗ്സ്. ഇതെല്ലാം ക്യാൻസറിന് ഒരു മെയിൻ റീസൺ തന്നെയാണ്. പിന്നെ ഒരു പ്രധാന കാര്യം ഇപ്പോഴത്തെ റേഡിയേഷൻ. ഇപ്പോഴത്തെ ഉച്ചയ്ക്കുള്ള ചൂടുണ്ടല്ലോ, ഭയങ്കര എക്സ്ട്രീമാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിൽ അത് പെട്ടെന്ന് തന്നെ റേഡിയേഷൻ കൊണ്ട് മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യത, സെല്ല് മ്യൂട്ടേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയവർക്കും അത് ബാധകമാണെങ്കിലും ഇപ്പോഴത്തെ ഒരു അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റേസ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇപ്പം അങ്ങനെയാണല്ലോ നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേഡിയേഷൻസ് ഓൾസോ ക്യാൻ ലീഡ് ടു ക്യാൻസർ ആസ് വെൽ ആസ് ജീൻ മ്യൂട്ടേഷൻസ്. പിന്നെ ഒരു പ്രധാന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതാണ്, ഓവർ അൺനെസസറി മെഡിക്കേഷൻ ഇറ്റ് ലീഡ്സ് ടു ക്യാൻസർ. ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റെറോയിഡോ ഹോർമോണോ ആണെങ്കിൽ മറ്റൊരു എക്സ്പേർട്ട് ഡോക്ടറിൽ നിന്നും കൂടെ, ഒരു ഫിസിഷ്യനിൽ നിന്ന് കൂടി അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ്. ഞാൻ 10-11 വർഷം കണ്ടിന്യൂസ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ടാണ് ലങ്സിൽ ക്യാൻസർ വന്നതെന്ന് ഡോക്ടർ ഗംഗാധരൻ, നിങ്ങൾ കേട്ട് കാണും, സാർ എന്നോട് പറഞ്ഞു.
അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടല്ല ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഗിനി പിക്സാണ്. ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഗിനി പിക്സാണ്. അവരുടെ എക്സ്പെരിമെൻ്റൽ ഇൻഫെർട്ടിലിറ്റി സെൻറ്റർ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യമായതുകൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഫൈനലി എൻഡഡ് ഇൻ ക്യാൻസർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഏത് രോഗത്തിനും കറക്റ്റായിട്ടുള്ള മെഡിസിൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ മെഡിസിൻ മാത്രം എടുക്കുക, അത് സമയത്തിന് എടുക്കുക, കൺസ്യൂം ലോട്ട് ഓഫ് പ്യുവർ വാട്ടർ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില കാരണങ്ങളെന്ന് പറയുന്നത്. ഇതല്ലാത്തയും കാരണങ്ങൾ ഉണ്ടാകാം തീർച്ചയായിട്ടും. ഇതെങ്ങനെ പടരുമെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. സെൽ ടു സെൽ വരാം, സെൽ ടു ടിഷ്യൂസ് വരാം, സെൽ ടു ഓർഗൻസ് വരാം, പിന്നെ നമ്മുടെ ബ്ലഡിൽ കൂടെയും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടെയൊക്കെ അത് കടക്കുകയും മറ്റു പല ഓർഗനിലും, ലങ്സിൽ ആദ്യം വന്നാൽ രണ്ടാമത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ മെറ്റ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. കാരണം അതുവഴി അത് വേറൊരു ഓർഗനിലെത്തുന്നു. നമ്മൾ സെക്കൻഡറി വന്നെന്ന് പറയില്ലേ, ടെറിഷറി വരുന്നത് വളരെ അപൂർവമാണ്. സെക്കൻഡറി വന്ന് കഴിയുമ്പോഴാണ് അത് മെറ്റാസ്റ്റാസിസ് ആണ് ഓഫൺ ലീഡ്സ് ടു ഡെത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ക്യാൻസർ വന്നെന്ന് പറഞ്ഞാൽ ആരും മരിക്കില്ല. പക്ഷേ ഈ മെറ്റ്സ് ആദ്യമേ കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല. എനിക്കിപ്പോൾ മെറ്റ്സ് വന്നത് ബ്രെയിനിലാണല്ലോ, എന്നിട്ടിപ്പോൾ ഇത്രയും വർഷം ആയില്ലേ. അപ്പം മെറ്റ്സ് വന്നാൽ മരണമെന്നല്ല, യൂഷ്വലി ഈ മെറ്റ്സ് വന്ന് കഴിയുമ്പോഴാണ് അത് ഡെത്തിലോട്ട് പോകുന്നത്. കാരണം അറിയില്ല, നമ്മൾ സിംറ്റംസ് ഡയറക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. ഒരു പനി വന്നാൽ നമുക്കറിയാം, ബോഡി ടെമ്പറേച്ചർ വരും, വായിൽ കയ്പ്പ് വരും, ഫുഡ് വേണ്ടാന്ന് തോന്നും, നമുക്കറിയാം എനിക്ക് പനിയാണ്. നമുക്ക് എന്താ പറയുന്നത്, ഇൻഫ്ലുവൻസ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കാലിലൊരു മുറിവ് വന്ന് അല്ലെങ്കിൽ കാല് വേദന വന്നാൽ നമുക്ക് അറിയാം. പക്ഷേ ഇത് ചിലപ്പോൾ ഡയറക്റ്റ് സിംറ്റംസ് ഇല്ലാത്തത് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വൺസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അവനവൻ തന്നെയാണ് ആദ്യം ഒബ്സർവ് ചെയ്യേണ്ടത്. പിന്നെ ഫാമിലിക്ക് റോള് വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സിംറ്റംസ് ചോദിച്ചാൽ ഇതുപോലെ തന്നെ പലതരം സിംറ്റംസ് ഉണ്ട്. ബോഡിയിൽ പല ഭാഗത്ത് ഔട്ടറിലും ഇന്നറിലും ഇൻഫ്ലമേഷൻസ് വരാം. കാലിൽ, കയ്യിൽ, വയറിൽ, പിന്നെ അകത്ത് സ്റ്റൊമക്കിൽ, കഴുത്തിൽ, പ്രത്യേകിച്ചും കഴുത്തിൻ്റെ പുറകുവശത്ത് ഇങ്ങനെയൊക്കെ ഇൻഫ്ലമേഷൻസ് വരാം. പിന്നെ അതുപോലെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരുന്നവർക്ക് സ്കിൻ ഡെലിക്കസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സ്കിന്നങ്ങ് വളരെ പെട്ടെന്നുള്ള ഒരു സ്കിൻ ഡെലിക്കേറ്റ് ആയിട്ട് മാറുന്ന ഒരു ടെൻഡൻസി വരുന്നുണ്ട്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഇറ്റ് ഈസ് വെരി ഈസിലി ടു ഐഡൻറ്റിഫൈ. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും, അത് മിക്കവാറും എല്ലാവരും സെക്കൻഡ് സ്റ്റേജിൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സീരീസ് ഓഫ് മെഡിസിൻസ് എടുത്താൽ അത് റിക്കവർ ചെയ്ത് പോകുന്നുണ്ട്. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ശരീരത്തിൽ ഈ അരിമ്പാറയോ ഇങ്ങനെ മറുകുകളൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസർ വരുമ്പോൾ ഇതിൽ ചേഞ്ചസ് വരും. ഈ മറുക് ഗ്രോ ചെയ്യും, അതിൽ ചിലപ്പോൾ പെയിൻഫുൾ ആവും, ചിലപ്പോൾ അത് പിന്നെ സൈസ് സ്ട്രക്ചറിൽ ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിക്കുക. പിന്നെ ഏറ്റവും കോമൺ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഹൈ ബോഡി ടെമ്പറേച്ചറാണ്. അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഭയങ്കരമായി ചൂട്, ഫാൻ്റെ മുട്ടിലിരുന്നാലൊന്നും ചൂട് പോവില്ല. നമ്മൾ പറയില്ലേ, ഉള്ളിൽ നിന്നാണ് ചൂട്, അത് പുറത്ത് നിന്ന് കിട്ടില്ല. ഈവൻ AC റൂമാണെങ്കിൽ പോലും ഇങ്ങനെ ചൂട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ എയർ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയർ നമുക്ക് നോക്കിയാൽ അറിയാം ചൂട്. കാരണം ആ ബോഡിയിലെ ഹോൾ ഓസ്മോ റെഗുലേറ്ററി ഫങ്ഷൻസ് അങ്ങ് ചേഞ്ച് ചെയ്യുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ വിശപ്പ്, ചിലർക്ക് വിശപ്പ് കാണില്ല. എനിക്ക് വിശപ്പിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ബ്രെയിനിന് 4th സ്റ്റേജ് ആണെങ്കിൽ പോലും ഞാൻ നല്ലവണ്ണം ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് സർജറിക്ക് പോലും പോയത്. എനിക്ക് വിശപ്പുണ്ട്, കഴിഞ്ഞിട്ടും വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നെങ്കിലും ഇതുപോലെ കുറച്ച് വിശപ്പ് കുറവ്, അത് പിന്നെ ഒരു ഇറിറ്റബിലിറ്റി, ഉറക്കക്കുറവ് ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. പിന്നെ ഫറ്റീഗ്, ഭയങ്കരമായ ക്ഷീണം. ഒരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് 3rd സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഈ സിവിയറായിട്ടുള്ള ഫറ്റീഗ് അനുഭവപ്പെടുന്നത്. ക്ഷീണം എന്ന് വെച്ചാൽ ടയർഡ്നെസ് അല്ല, ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് നമുക്ക് അനുഭവപ്പെടും. ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു മൂഡ്, സ്വിങ്ങിങ് മൂഡ്സ്, ഇമോഷണലി ഇൻസ്റ്റേബിൾ ആകുന്നു, ഇങ്ങനെയുള്ള ചേഞ്ചസ്, ഇതൊക്കെയാണ് സിംറ്റംസ്. പക്ഷേ നമുക്ക് ഒരു രോഗിക്ക് ഇപ്പം എന്താ പറയുക, ബ്രെയിൻ ട്യൂമർ വന്ന ഒരാൾക്കുള്ള സിംറ്റംസ് ആവണമെന്നില്ല അടുത്തയാൾക്ക് വരാൻ.
എനിക്കൊരു വേഗമായിട്ടുള്ളൊരു ഹെഡേക്ക് മാത്രമായിരുന്നു ഒരു മാസമായിട്ടും എക്സ്പീരിയൻസ് ചെയ്തത്. അവസാനം ഒരു സീഷ്യർ വന്നപ്പോഴാണ് ദിസ് ഈസ് നോട്ട്, ഞാൻ കൊണ്ട് എത്രയോ ഡോക്ടേഴ്സിനെ കാണിച്ച് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് കുറേ മെഡിസിൻസ് കഴിച്ചു. എന്നിട്ടും ഇത് ആ ഒരു കോളേജിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ചെറിയ സീഷ്യർ വന്നപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നുകയും ഞാൻ ഡയറക്റ്റ് ചെന്ന് MRI ഡിമാൻഡ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ബ്രെയിൻ ട്യൂമർ 4th സ്റ്റേജ് ആയെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. ഒരു ലേമാൻ ഒരിക്കലും ഇത് ഐഡൻറ്റിഫൈ ചെയ്യില്ല. 4th സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനും കൂടെ ആണ്, വളരെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേണം നമ്മൾ നല്ലവണ്ണം അവെയർനെസ് കൊടുക്കാനും ഒരു സപ്പോർട്ട് സിസ്റ്റം ആവേണ്ടതും അവർക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഒരിക്കൽ വന്നവർക്ക് സെക്കൻഡറി ഏത് നിമിഷവും മെഡ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു അവെയർനെസ് കൂടി കൊടുക്കേണ്ട ആവശ്യമാണ്. പിന്നെ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബ്ലഡ് ടെസ്റ്റാണ്. ഇപ്പോൾ CBC ആണ് ആദ്യം അവർ നോക്കുന്നത്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. RBC ക്രമാതീതമായിട്ട് കുറയുകയും WBC ചിലപ്പോൾ മിനിമത്തിൽ നിന്നും വളരെ കൂടുകയും ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സും അതനുസരിച്ച് കുറയും. ഇതിൽ മൂന്നിലും വരുന്ന വേരിയേഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ബ്ലഡ് കൗണ്ടൊക്കെ ഒരുപാട് കുറവ്, 6, 5 ആയാൽ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു 9, 10 ആണെങ്കിൽ കൗണ്ട് കൂട്ടാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ചിലർക്ക് 1, 2 ഇഞ്ചെക്ഷനിൽ അത് കൂടുന്നുണ്ട്. കൂടിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് പ്ലാസ്മ ഐഡൻറ്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് അടയ്ക്കേണ്ടത് ഏറ്റവും വളരെ ആവശ്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ മാർക്കർ ടെസ്റ്റുകളുണ്ട്. മാർക്കർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം യൂട്രൈൻ ക്യാൻസറിന് ഇപ്പം ഉടനെ ബയോപ്സി ചെയ്യേണ്ട, ഒരു ചെറിയ സിസ്റ്റോ എന്തെങ്കിലും കണ്ടാൽ മാർക്കർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു 20 ആണ് ഇൻഡിക്കേറ്റർ എന്ന് തോന്നുന്നു. 20ക്ക് എബോവ് വന്നാൽ നമ്മൾ പേടിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ബിനൈൻ സിസ്റ്റം ആയിരിക്കും. 12 11 ഒക്കെ ആണെങ്കിൽ പേടിക്കണ്ട. പിന്നെ അതിന് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ബെറ്റർ ടു റിമൂവ് ഇറ്റ് എന്നുള്ളതാണ്. എനി ഗ്രോത്ത് ഈസ് ഡേഞ്ചറസ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഫോർ എ വെരി ലോങ് പീരീഡ്. വേണ്ടാത്ത ഇതാണല്ലോ നമ്മൾ എക്സ്ട്രാ ഗ്രോത്ത് എന്ന് പറയുന്നത്. റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി കൊണ്ട് ആദ്യം ചെയ്യാൻ പറ്റും. പിന്നീട് അത് മാലിഗ്നൻസി ഒക്കെ ആയി കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഫർദർ ഡീറ്റെയിൽഡ് ട്രീറ്റ്മെൻറ്റ് നീഡഡ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ CA, അത് കാൽസിനോജനിക് എംബ്രിയോണിക് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്താൽ ബോഡിയിൽ എവിടെ ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിലും അത് ദിസ് ഈസ് ഓൺലി എ മാർക്കർ ടെസ്റ്റ് ആവണമെന്നില്ല. അതർ ഗ്രോത്ത്സ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് കയറി ഇൻഡിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, ഇമേജിംഗ് ടെക്നോളജി ഇന്ന് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്റേ, അൾട്രാസോണിക് സ്കാനിങ്, CT സ്കാനിങ്, MRI സ്കാനിങ്, PET സ്കാനിങ് വരെയുണ്ട്. പോസിട്രോൺ എമിഷൻ ടോപ്പോഗ്രാഫി. PET സ്കാനിങ് ചെയ്താൽ തല മുതൽ വിരലറ്റം വരെയുള്ള ഏതെങ്കിലും പോർഷനിൽ ക്യാൻസർ മാലിഗ്നൻറ്റ് സെല്ല് ഉണ്ടെങ്കിൽ അത് ബ്ലൂ കളർ സ്റ്റെയിൻ പിടിക്കും. അപ്പോൾ നമുക്കറിയാം ഇന്ന പോർഷൻ. പിന്നെ അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ തന്നെ മതിയാകും, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും റീജിയൻ. അപ്പോൾ ഇതൊക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജീസാണ്. ഇറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ ടു ഓൾ എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം. പക്ഷേ ഇപ്പോൾ ഇവിടെ RCCയിലാണെങ്കിൽ അത് ഈ എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ച് അത് ഫ്രീ ആണ്. വൈറ്റ് കാർഡ് ഹോൾഡേഴ്സിന് മാത്രമാണ് പേയ്മെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് പേയ്മെൻ്റ് ഉണ്ട്, അല്ലാത്ത മിക്കവാറും അവർക്ക് ഫ്രീ ആണ്. പക്ഷേ ഒരു മെഷീനേ ഉള്ളൂ. അത് കാരണം തന്നെ ചിലപ്പം 3-4 മാസം കഴിഞ്ഞായിരിക്കും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് പറഞ്ഞാൽ പുറത്ത് പോയി ചെയ്യും എന്നുള്ളതാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. പക്ഷേ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇമേജിംഗ് ടെക്നോളജീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോപ്സി ഉണ്ട്. നിങ്ങൾ കേട്ട് കാണും. ബയോപ്സി എന്ന് പറയുമ്പോൾ അഫക്റ്റഡ് പോർഷനിൽ നിന്ന് അൾട്രാസോണിക് സ്കാനിങ് വഴി നോക്കിയോ, അൾട്രാസൗണ്ട് സ്കാനിങ് വഴി നോക്കിയോ, CT സ്കാനിങ് വഴിയോ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ ആ പോർഷനിൽ നിന്നും ഒരു സ്പെഷ്യൽ സിറിഞ്ച് വെച്ച് സിറം സെൽസ് അത് കുത്തിയെടുക്കുകയും അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ സമീപ പ്രദേശത്തോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, നിയർ ബൈ സെൽസും കൂടെ കളക്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ പറ്റും. മാലിഗ്നൻ്റ് ആണെങ്കിൽ ഉടനെ റിമൂവ് ചെയ്യാൻ പറയും. എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് 2 തൈറോയിഡ് ലോബ്സിലും നോഡ്യൂൾസ് കണ്ടു. ഇപ്പോൾ 3 തവണ സ്കാൻ ചെയ്തപ്പോൾ ഗ്രോത്ത് ഉണ്ട്. അപ്പം ഫസ്റ്റ് ടൈം തന്നെ ബയോപ്സി ചെയ്തപ്പോൾ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഫർദർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബയോപ്സി ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അത് അല്ലാത്തടത്തോളം കാലം നമുക്ക് പേടിക്കാനില്ല എന്നുള്ളതാണ്. ഇത് മൈന്യൂട്ട് ഗ്രോത്തേ ഉള്ളൂ.
അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, 6 മന്ത്സ് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്സ് നമ്മൾ ചെയ്യേണ്ടത്, റിവ്യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർക്കുക. അവയർനെസ് കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതാണ് ഇപ്പോൾ ഒരു പ്രോബ്ലം ആകുന്നത്. ഒരു പ്രോബ്ലം സെൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന്, കാരണം സാധാരണക്കാരൻ ജോലി ചെയ്തുകൊണ്ട് കിടക്കുന്ന ഒരാൾ എന്ത് അസുഖം വന്നാലും അവരത് മൈൻഡ് ചെയ്യില്ല. അവസാനം അങ്ങ് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോഴാണ് സർജറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കീമോ മാത്രം പറ്റും, അല്ലെങ്കിൽ റേഡിയേഷൻ മാത്രം എടുത്ത് വിടും, പിന്നെ പാലിയേറ്റീവിലൊക്കെ പോകേണ്ടി വരുന്നത്. കഴിയുന്നതും വേഗം ഐഡൻറ്റിഫൈ ചെയ്താൽ അത്രയും നല്ലത് എന്നുള്ളതാണ്. പിന്നെ റെമഡിയൽ മെഷേഴ്സ് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്കറിയാം, സർജറിയാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു അഫക്റ്റഡ് പോർഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ട്രീറ്റ്മെൻറ്റ് ആയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ കേസ് നീഡഡ് കീമോതെറാപ്പി കൊടുക്കാം, റേഡിയേഷൻ കൊടുക്കാം. റേഡിയേഷൻ ടെക്നോളജി ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ റേഡിയേഷൻസിൽ SRS എന്നൊക്കെ പറഞ്ഞിപ്പം സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ ആക്റ്റീവ് സർജറി എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അത് ഓപ്പൺ സർജറിക്ക് പകരം ആ ഒരു പർട്ടിക്കുലർ പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ സെൽസിനെ കംപ്ലീറ്റ് കരിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇച്ചിരി കോസ്റ്റ്ലിയാണത് മറ്റ് റേഡിയേഷനുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. എന്നാലും അതപ്പോൾ ചിലപ്പം അന്ന് തന്നെ വീട്ടിൽ വരാം എന്നുള്ളതാണ്. ഇപ്പം ബ്രെയിൻ സർജറി നോർമൽ കഴിഞ്ഞാൽ 2 ആഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി, മിനിമം 2 വീക്സ് എന്ന് പറയും. ഞാനൊരു വീക്കേ കിടന്നുള്ളൂ. മിനിമം 2 വീക്സ് എങ്കിലും കിടക്കും. ഡിപ്പെൻസ് ആണ്. ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചു, ഡോക്ടറെ ഞാൻ കോളേജിൽ എനിക്ക് ലീവ് വയ്ക്കണം, ഞാൻ എത്ര 1 മാസം ലീവ് വെച്ചാൽ മതിയോ? ഡോക്ടർ പറഞ്ഞു എനിക്കത് പറയാൻ പറ്റില്ല. സർജറി കഴിഞ്ഞ് ക്യൂർ ആവാതെ 3-4 മാസം കിടക്കുന്നവർ ആ സെയിം വാർഡിലുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്. തൽക്കാലം 1 മാസം എടുത്തോളൂ, പിന്നെ വേണമെങ്കിൽ എടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ ഈ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ ആക്റ്റീവ് SRSൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രാവിലെ ചെയ്താൽ വേണമെങ്കിൽ വൈകിട്ടിങ്ങ് വീട്ടിൽ വരാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം ഈ അപ്രോച്ച് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സ്ഥിരം റെഗുലർ വിസിറ്റർ ആണല്ലോ, അതുകൊണ്ട് ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട്, പിന്നെ ഹോർമോണൽ തെറാപ്പിയുണ്ട്, ഇമ്മ്യൂണോ തെറാപ്പിയുണ്ട്. ഇമ്മ്യൂണോ തെറാപ്പി ഇപ്പോൾ ബ്രോഡി വളരെ ഇതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിമ്പിൾ മെഡിസിൻസ് കൊടുത്തുള്ള തെറാപ്പിയുണ്ട്. പിന്നെ ഇതിന് പുറമെ പ്രിവെൻറ്റീവ് തെറാപ്പീസുണ്ട്. ഇപ്പം ഞാനെടുത്ത കോഴ്സ് ഇപ്പം ഒരു പ്രിക്കോഷണറി കോഴ്സാണ് ഞാൻ എടുത്തത്. പ്രിക്കോഷണറി തെറാപ്പീസുണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ നോട്ട് ദ സെയിം ഇൻ ഓൾ. The treatment is not the same. Even though the disease is same, the treatment is not same in all, because each patient is unique. That is very important. Each patient is unique. 2 പേർക്ക് ഒരേ ടൈപ്പ് ക്യാൻസർ ആണെങ്കിലും this uniqueness is important. The patient is unique in his symptoms, in his remedial measures, in his sufferings, in his health status, in his medicine intake, in his behavior, in his needs, etc. So each patient is unique. ഇതിനെ ബേസ് ചെയ്താണ് ഈ വർഷത്തെ വേൾഡ് ക്യാൻസർ ഡേയുടെ തീം വന്നിരിക്കുന്നത്. തീം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ഈ വർഷത്തെ ക്യാൻസർ ഡേയുടെ തീം. 2025 ക്യാൻസർ ഡേ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. ഇത് ഈ നമ്മൾ പറഞ്ഞ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്, സോ യുണീക്ക് നീഡ്സ് ഫോർ ദ സെയിം ടൈപ്പ് ഓഫ് ക്യാൻസർ ഫോർ ഈച്ച് പേഷ്യൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ക്യാൻസർ കെയർ വേണം എന്നുള്ളതാണ് ഈ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണലൈസ്ഡ് ക്യാൻസർ കെയർ, നമ്മൾ സൈക്കോളജി പഠിച്ചല്ലോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിക്കില്ലേ, ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ രീതി വേണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു യുണീക്നെസ്. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ തീം, കാറ്ററിംഗ് ടു യുണീക്നെസ് ഇൻ ട്രീറ്റ്മെൻറ്റ്. So the society, the medical persons, the doctors, the mental health workers, the family members, all should work as a single unit to reduce the consequences of
ദിസ് ഡിസീസ്. ദാറ്റ് ഈസ് ദ തീം, യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളത്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ബാക്കി പറഞ്ഞു കഴിഞ്ഞ് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, നമ്മൾ എങ്ങനെ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുമെന്നുള്ളത്. ഹൗ ടു ഡീൽ വിത്ത് പേഷ്യൻസ് എന്നുള്ളതാണ്. ഇപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു, ക്യാൻസർ പേഷ്യൻ്റാണ്, ഞാൻ പെർഫെക്റ്റാണ്. അപ്പോൾ കാണുമ്പോൾ ഉടനെ എനിക്ക് രണ്ട് തരത്തിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന് ഹായ്, ഹലോ, നന്നായിരിക്കുമല്ലോ, എങ്ങോട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലോ എന്ന് സന്തോഷത്തോടെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അയ്യോ നിനക്ക് അസുഖം വന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്, അയ്യോ നീ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയാം. നെവർ ഡു ദ സെക്കൻഡ് വൺ. നമ്മളെപ്പോഴും വളരെ പോസിറ്റിവിറ്റിയോടുകൂടി തന്നെ അവരെ അപ്രോച്ച് ചെയ്യുക. അവരിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ സഹായിക്കുക. കാരണം ഈ പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫ് ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫ് പ്രൊലോങ് ചെയ്യാൻ വളരെയധികം സഹായിക്കും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വി ഫീൽ ലൈക്ക് വാട്ട് ദേ ഫീൽ, എമ്പതി, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എമ്പതറ്റിക് ആയിരിക്കണം, ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കണം. നമ്മളെന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സ്, ഡോക്ടേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ ദ സൊസൈറ്റി അറ്റ് ലാർജ് എന്നുള്ളതാണ്. നമ്മൾ ഇത് രണ്ട് കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പേഷ്യൻസ് എന്തിനൊക്കെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. ദേ ഷുഡ് ഓൾവേസ് അറൗണ്ട് പീപ്പിൾ വിത്ത് പോസിറ്റിവിറ്റി. പോസിറ്റിവിറ്റി ഈസ് വാട്ട് മാറ്റേഴ്സ് ഇൻ സസ്റ്റൈനിങ് ദ ലൈഫ് ഓഫ് എ ക്യാൻസർ പേഷ്യൻറ്റ്. നമ്മൾ നെഗറ്റീവായി കഴിഞ്ഞാൽ നെഗറ്റീവ് ഹോർമോൺസ് ബ്രെയിൻ ഇങ്ങനെ ഫ്ലഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ഹോർമോൺസ് അത് ഫ്ലഷ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ ക്യാൻസർ സെൽസിന് അത് വളരെ സഹായകരമാവും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കയറാനായിട്ട്. നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ഹോർമോൺസേ വരുള്ളൂ. ഡോപ്പമിൻ പോലുള്ള പോസിറ്റീവ് ഹോർമോൺസ് ആയിരിക്കും ബ്ലഡിലോട്ട് വരുന്നത്. അത് ഇറ്റ് ഹിൻഡേഴ്സ് അല്ലെങ്കിൽ സ്ലോ ഡൗൺ ദ ഗ്രോത്ത് ഓഫ് മാലിഗ്നൻറ്റ് സെൽസ് എന്നുള്ളതാണ്. ഇത് ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്, അല്ലാതെ തമാശയായിട്ട് പറയുന്ന കാര്യമല്ല. അപ്പോൾ എപ്പോഴും ദ പേഷ്യൻറ്റ് ഷുഡ് ട്രൈ ടു ബി അറൗണ്ട് വിത്ത് പേഴ്സൺസ് വിത്ത് പോസിറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ ഓർക്കുക. എന്തുകൊണ്ട് അവർ പിന്നെ പോസിറ്റിവിറ്റി കുറവെന്ന് നമുക്കറിയാം. ഒരു ക്യാൻസർ വന്നു കഴിയുമ്പോൾ ദേ ഓൾവേസ് ക്യാരി എ ഗാർബേജ്, എ ബണ്ടിൽ ഓഫ് ഗാർബേജസ് വിത്ത് ദം. ഈ ഗാർബേജിൽ എന്തൊക്കെയാണ്? നെഗറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഫിയർ, ഫ്രസ്ട്രേഷൻസ്, ഇറിറ്റബിലിറ്റി, മൂഡ് സ്വിങ്സ്, ഇതൊക്കെയാണ് കൊണ്ട് നടക്കുന്നത്. ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് ഗാർബേജസ്. ഇതിന് പുറമെയാണ് പീപ്പിൾ അറൗണ്ട് ദം, ദേ ഓൾസോ ത്രോ സം ഗാർബേജസ് ഇൻ ടു ദിസ് ബണ്ടിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് കൂടുതൽ അവർ വറീഡ് ആവുന്നത്. അതുകൊണ്ട് ഇഫ് പോസിറ്റിവിറ്റി ഈസ് ദെയർ വി ക്യാൻ റെഡ്യൂസ് ദീസ് തിങ്സ് ടു മിനിമം എന്നുള്ളതാണ്. സോ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അവരുടെ ഒരു ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി എന്ന് പറയുമ്പോൾ കോസ്റ്റ്ലി ഡയറ്റ് എന്നുള്ളതല്ല. ഇപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുപയർ മതി, കഞ്ഞിയും ചെറുപയറും മതി, ഇറ്റ് ഈസ് ഇനഫ്. അതൊക്കെ കഴിക്കാനും പറ്റും അവർക്ക്. ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മുമ്പ് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ കഴിക്കാനിപ്പോൾ പറ്റുന്നില്ല. എനിക്ക് തന്നെ അറിയാം, എനിക്കിപ്പോൾ ചോറേ വേണ്ട. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഓക്കെയാണ്, പക്ഷേ ഡയബറ്റിക് അല്ലാത്തത് കൊണ്ട് ഇപ്പം ഇന്ത്യക്ക് പറ്റും. അന്ന് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് മാറണ്ടേ. മെജോറിറ്റി ഇപ്പോൾ ഡയബറ്റിക്കാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയും ഈ കഞ്ഞിയൊക്കെ ഹെവി ഇതാണ്. അപ്പോൾ അവിടെയും ആ ഒരു ഡയറ്ററി റെസ്ട്രിക്ഷൻസ് വരും. പിന്നെ നമുക്കെല്ലാം കഴിക്കാൻ പറ്റില്ല. ഒരു ലേഡി എന്നോട് പറയുകയാണ്, അവരുടെ അമ്മ, ഷീസ് ഓൺലി 60 or 62, അമ്മയ്ക്ക് എന്ത് വെച്ച് കൊടുത്താലും വേണ്ട, കഴിക്കില്ല, പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണ്. കഷ്ടം. അവർ പറയുന്ന മോളെ എനിക്ക് വേണ്ട, എനിക്ക് പറ്റുന്നില്ല കഴിക്കാൻ. ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കഞ്ഞിയും ചമ്മന്തിയും തന്നാൽ മതി, എനിക്ക് ഈ കറികളൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫ്രൂട്ട്സ് സലാഡായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസൊക്കെ കൊടുക്കാൻ ശ്രദ്ധ. ഒന്നും ആരാ ഇതിനൊക്കെ സമയമല്ലേ ഇപ്പോൾ. പക്ഷേ ഒരു വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവർ അല്പം കെയർ കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഫാറ്റ് ഫ്രീ ഫുഡ് ഹാബിറ്റ്സ്, റെഡ് മീറ്റ്സ് ഒന്നും പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്. മെഡിസിൻസ് ഉണ്ടെങ്കിൽ സമയത്തിന് കഴിക്കണം, റിവ്യൂസ് ഉണ്ടെങ്കിൽ അത് സമയത്തിന് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. വയ്യാത്ത അവിടെ പോയിരുന്നു എന്നല്ല, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ.
ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ബി പോസിറ്റീവ് ടു ദം എന്നുള്ളതാണ്. അവരോടെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം പെരുമാറുക. വഴക്കൊക്കെ പറഞ്ഞുകൊടുന്നല്ല, ചെറിയ വഴക്കൊക്കെ കൊടുക്കാം, അതൊന്നും. കാരണം അവർ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് മാറ്റി നിർത്തേണ്ട, ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് മാറ്റി നിർത്തേണ്ട. അറ്റ് ദ സെയിം ടൈം യു നോ ദാറ്റ് ദേ ആർ യുണീക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഡിഫിക്കൽട്ട് റോഡ്സ് ക്യാൻ ലീഡ് ടു എ ഹെൽത്തി ഡെസ്റ്റിനേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. റോഡ് എത്ര മോശമായാലും ചിലപ്പോൾ അതിൻ്റെ എൻഡെന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ആയിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ആസ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് യു ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ഇൻ ദിസ് ആസ്പെക്ട്സ്. ബി പോസിറ്റീവ് ആൻഡ് ബി എ പോസിറ്റീവ് സപ്പോർട്ട് സിസ്റ്റം ടു someone. Thank you.